ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡും പ്രൊമോയിനെ കുറിച്ച് പറയാം. ഇന്നലത്തെ എപ്പിസോഡ് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ആദ്യം തന്നെ മണ്ടന്മാരാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും ശോകമുഖമായ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ നടന്നത്. അതിലെ ലാസ്റ്റ് നടന്ന ഒരു കാര്യം തന്നെ നമുക്ക് എടുത്ത് പറയാം. ജിൻഡോ ജാസ്മിൻ നിങ്ങൾ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോയത്. അത് പ്രേക്ഷകരെ മണ്ടന്മാരാക്കി തന്നെയാണ് പോയത്. ഇവർ രണ്ടാളും സേഫാണ്, വെറുതെ ലാലേട്ടൻ പറഞ്ഞു പോയി എന്നല്ലാതെ മറ്റൊരു കാര്യവും അതിലില്ല. അതേപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നല്ലാതെ എപ്പിസോഡിന് പ്രത്യേകിച്ച് ഒരു ഓളവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഗബ്രി ശരണ്യയുടെ മുടി പിടിച്ച് വലിക്കുന്ന സീൻ വ്യക്തമായിട്ട് കാണിക്കും. കാരണം നമുക്കറിയാം മുന്നേ ഉള്ള ഒരു സീസണിൽ ആര്യ സിജോയുടെ കാല് പിടിച്ചപ്പോൾ അത് കറക്റ്റ് ഏറോ മാർക്ക് വെച്ച് റൗണ്ട് ചെയ്ത് ബിഗ് ബോസ് കാണിച്ചിരുന്നു. അതിൽ ആര്യ തെറ്റുകാരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ ഹൗസിലുള്ള ആർക്കും തന്നെ മനസ്സിലായില്ല ആരാണ് തെറ്റുകാർ ആരാണ് കുറ്റക്കാർ. അത് മനസ്സിലാകാത്ത രീതിയിൽ അതങ്ങ് കാണിച്ചു പോയി. ഒന്നും തന്നെ സ്റ്റോപ്പ് ചെയ്തോ പുഷ് ചെയ്തോ കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. അത് പോട്ടെ എന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ ജാസ്മിൻ ഡ്രസ്സെല്ലാം കൂടി അലങ്കോലമാക്കിയിട്ട് ജാസ്മിൻ ജിൻഡോ അൻസിബ് ഒക്കെ അലങ്കോലമാക്കിയിട്ട് അത് അൻസിബ് എടുത്ത് പറഞ്ഞപ്പോൾ ജാസ്മിൻ അതിനെതിരെ പ്രതികരിക്കുകയും ലാലേട്ടൻ അത് ജാസ്മിനോട് പറഞ്ഞപ്പോൾ ജാസ്മിൻ അതൊരു പുച്ഛത്തോടു കൂടി എടുക്കുകയും ചെയ്ത് ലാലേട്ടൻ കൂടുതലൊന്നും ചോദിച്ചില്ല. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇന്നലെ പ്രതീക്ഷിച്ചത് ജാസ്മിനെ ലാലേട്ടൻ ഇട്ട് പൊരിക്കും കുടയും എന്നൊക്കെയായിരുന്നു. കാരണം ജയിലിൽ വെച്ച് ജിൻഡോനെ തല്ലിയ കാര്യം അതൊരു ഫിസിക്കൽ അസോൾട്ടാണ്, അതൊക്കെ എടുത്തെടുത്ത് കാണിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതൊന്നും തന്നെ കാണിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ഒരു ഒഴുക്കൻ മട്ടിൽ പോകുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ഈ സീസണിലെ ഏറ്റവും മോശം വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നലെ. ഇന്ന് ലാലേട്ടൻ ജാസ്മിനെ എടുത്തിട്ട് കുടയുമോ, ജാസ്മിനോട് എന്തൊക്കെ പറയുമോ, ജാസ്മിനോട് എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ളതാണ് പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഇന്നത്തെ പ്രമോയിലും കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോ ഉൾപ്പെടുത്തി അടുത്ത വീഡിയോയിൽ കൊള്ളിക്കാവുന്നതാണ്. എല്ലാവർക്കും അതുവരെ നല്ലൊരു നേരം ആശംസിക്കുന്നു.